നിന്റെ അനിയന്റെ കേസ് എന്റെ തലയെ കൊണ്ട് വെക്കണ്ട. അവനെ ഏതെങ്കിലും പെമ്പിള്ളാറെ വീട്ടിൽ പോയി അന്വേഷിക്കുക, അവിടെ കാണും. എന്റെ അനിയൻ നിന്റെ മോനെ പോലെ പെമ്പിള്ളേരുടെ വീട് നോക്കി നടക്കുകയല്ലടാ. ഒന്ന് പോടാ. നീ നിയമത്തിന്റെ വഴിക്ക് പോകുന്നതല്ലേ? നീ കൊണ്ട് കേസോട്. ഞാൻ നിന്റെ അനിയനെ അപകടപ്പെടുത്തി എന്ന് പറഞ്ഞ. ഹലോ അമ്മേ, അയാള് പറയുന്നത് കേട്ടാ തന്നെ അറിയാം അയാൾക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന്. പിന്നീട് എന്റെ മോനെ എവിടെയാ? അമ്മേ, അമ്മ ഒരു 2 മണിക്കൂറുടെ ഒന്ന് ക്ഷമിക്ക്. 2 മണിക്കൂർ നമുക്ക് നോക്കാം. ബാലു, 2 മണിക്കൂറുടെ നോക്കിയിട്ടും വിവരമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. എങ്ങനെ പുറത്തിറങ്ങും? അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും പ്രശ്നമാവുന്ന തോന്നുന്നു. സാരില്ല, നീ വാ. സാഗർ, വാ 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 വാ. അയ്യോ അച്ഛൻ. നീ ഒന്നും നടി, നീ പരി കളിക്കുന്നേ. പോയി അമ്മയുടെ കയ്യിൽ നിന്ന് ചായ ഇങ്ങ് വാങ്ങിച്ചോണ്ട് പോ. സാഗർ, വാ 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 വാ, പെട്ടെന്ന് വാ. വാ വാ വാ, ഇറങ്ങി ഇറങ്ങി. സാഗർ, നീ എവിടെ പോയിരുന്നു? നിന്നെ എല്ലാരും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരു സ്ഥലം വരെ പോയതാ. ആ ശരിടാ, വേഗം ചെല്ല്. അമ്മേ, സാഗറെ, നീ എവിടെയായിരുന്നു? എന്താ എന്താ പ്രശ്നം? ഇങ്ങോട്ട് വന്നേ, വാ. സുധാമണി, ദേ ആള് വന്നു. ചെല്ലേ. എവിടെയായിരുന്നടാ? എവിടെയായിരുന്നു സാഗർ ഇതുവരെ? ഇന്ന് ഉച്ച മുതൽ ഈ കോളനിയിലെ ആരും സമാധാനത്തോടെ ഒന്നും ഇരുന്നിട്ടില്ല. എവിടെ പോയിരുന്നാ? നീ എന്താ ഫോൺ എടുക്കാത്ത? ഫോൺ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കും അല്ലേ? അച്ഛമ്മേ, നീ മിണ്ടായി. ഞാൻ ഒരു കൂട്ടുകാരന്റെ വീട്ടിലായിരുന്നു. അവിടെ ഫോൺ വെച്ചിട്ട് ഞാൻ വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി. എനിക്ക് വരുന്ന ഫോൺ കോൾ എടുക്കരുതെന്ന് എഴുതിയിട്ടാ ആ ഫോൺ എടുക്കാതിരുന്നത്. നല്ല കഥ. ഇത് ഏത് പുസ്തകത്തിൽ വന്നതാ? നീ ഏത് കൂട്ടുകാരന്റെ വീട്ടിലാ പോയത്? ഞാനും എത്ര വിളിച്ചതാ. നിന്റെ കൂട്ടുകാരൊന്ന് റിപ്ലൈ ചെയ്തൂടെ? അമ്മേ, സാഗർ ആകെ വിഷമിച്ച് നിക്ക. എല്ലാവർക്കും ഇന്നത്തെ ഒരു അലച്ചിലിന്റെ ക്ഷീണമുണ്ട്. ഇനിയിപ്പോ സാഗർ അല്പം റെസ്റ്റ് എടുക്കട്ടെ. അപർണ പറഞ്ഞതാ ശരി. അപ്പൊ സാഗറെ, ഇനി എങ്ങോട്ടെങ്കിലും പോകുമ്പോ വിളിച്ചാ ഫോൺ എടുക്കണം.
പോട്ടെ. അമ്മ തീ തിന്നായിരുന്നടാ. കുറച്ചേ വെള്ളം കൂടെ കൊടുത്താ തീ അങ്ങ് കെട്ടോളൂ. അച്ഛമ്മ ഒന്ന് വെറുതെ ഇരിക്കൂ. അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ. അപ്പോഴേക്കും അവക്ക് കയറി കൊണ്ടു. എന്ത്? അമ്മ ചെന്ന് കിടക്ക. മീനാക്ഷി നീയും കിടക്ക. അച്ഛമ്മയും ചെന്ന് കിടന്നോളൂ. ഈശ്വര ഭഗവാനെ, ഇതൊന്നും കാണാൻ ഇട്ടേക്കാതെ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കണേ. സാഗർ പറയുന്നതിൽ എവിടെയോ എന്തോ മിസ്സിംഗ് ഉള്ളതുപോലെ തോന്നുന്നു. ഒരു കഥയുണ്ടാക്കി പറയുന്ന പോലെ. സത്യത്തിൽ എന്താ നടന്നതെന്ന് നാളെ അറിയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. നേരം വെളുക്കട്ടെ. എന്റെ രീതിയിൽ ഞാനൊരു അന്വേഷണം നടത്തുന്നുണ്ട്. ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. എടോ സാറേ, ജീവിതം എന്ന് വെച്ചാ അങ്ങനല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴല്ലേ ജീവിതത്തിന് ഒരു രസം കിട്ടുന്നത്. ജീവിതത്തിന് രസം തന്നെ, പക്ഷേ നമുക്കൊരു രസം കിട്ടുന്നില്ലല്ലോ. മനസ്സിലായില്ല. അല്ല, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായി, അതിൻ്റെതായ രസങ്ങളൊന്നും ഇതുവരെ അങ്ങോട്ട് ഒരു ഹണിമൂൺ പോലും പോവാൻ പറ്റിയിട്ടില്ല. ഇപ്പതേ നേരം വെളുക്കാറുമായി. കവലപ്പെടാതെ സ്വാമി, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്നല്ലേ വിജയനും ദാസനും പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സമയവും വരും, നമ്മുടെ മുല്ലയും പൂക്കും. പൂക്കുന്നേ. നാളെ മുതൽ നമ്മുടെ ഹണിമൂൺ ദിവസങ്ങളാ. സത്യം? ആ പിന്നല്ലാതെ. ഡബിൾ സത്യം. ഇനി നാളെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ എന്തോ കരുതി വെച്ചിരിക്കുന്നത്. ഏത് അപകടത്തിൽ നിന്നും ഏത് അവസ്ഥയിൽ നിന്നും രക്ഷിക്കാന്ന് വാക്ക് തന്ന താലി കിട്ടിയ ആള് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോ എങ്ങോട്ടോ മാഞ്ഞു പോന്ന പോലെ പോയി. എന്റെ ഓരോ തകർച്ചയിലും ഞാൻ നിങ്ങളുടെ ഫോട്ടോ നോക്കി എന്റെ ശബ്ദം പുതുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ജീവിക്കും. സുധാമണി തളരില്ല. ഒന്നിനും സുധാമണിയെ തളർത്താനും പറ്റില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളായിരുന്നു ഒന്ന്. സാഗർ കാരണമുണ്ടായിരുന്ന അവസ്ഥ അത് കഴിഞ്ഞപ്പോതാ കൂടുതൽ ശക്തിയായി. ഇനി ഇതുപോലൊരു പ്രതിസന്ധി എനിക്ക് പ്രശ്നമല്ല. അത് നിങ്ങളോട് പറയാനാ ഞാൻ വന്നത്. എന്റെ ഏറ്റവും വലിയ ശത്രു നിങ്ങളാ. നിങ്ങളോട് എന്റെ ജയത്തെക്കുറിച്ച് പറയുമ്പോ എനിക്കൊരാശ്വാസം കിട്ടും. ഇപ്പോ എന്റെ മനസ്സിലെ ഭാരം കുറഞ്ഞു, ശരീരത്തിന് ശക്തി കിട്ടി. അത് മതി. അപർണ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങളാ മോളെ. മോൾക്ക് നല്ല വിശേഷമല്ലേ? അതെ ചേച്ചി, സുഖ. സാഗറിനും സുഖാണല്ലോ അല്ലേ? സാഗറിനെ ഞാനിപ്പോ അങ്ങനെ കാണാറില്ല ചേച്ചി. ഓഹോ, ആണോ? സത്യമായിട്ടും കാണാറില്ല ചേച്ചി. ആ ഓക്കെ, മോളൊരു കാര്യം ചെയ്യും. സാഗറിനെ കാണാറില്ലെന്ന് എന്റെ കണ്ണിൽ നോക്കി പറയണം. എന്റെ കണ്ണിൽ നോക്കി ഉറപ്പോടെ പറഞ്ഞ ചേച്ചി അത് വിശ്വസിക്കാം. ഞാൻ ഇന്നലെ കണ്ടിരുന്നു ചേച്ചി. സാഗർ ഇന്നലെ എവിടെയായിരുന്നു? അത് ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റായ രീതിയിലൊന്നല്ല ചേച്ചി. അച്ഛനീ കോളനി റിസോർട്ടുകാർക്ക് വിൽക്കാം. അതും ഈ കോളനിയിലുള്ളവരാരും അറിയാതെയാ വിൽപ്പന.
ആ വിവരം സാഗറിനെ അറിയിച്ച് വിൽപ്പന തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാഗറിനെ കണ്ടത്. സാഗർ രാവിലെ വന്നു. ഞങ്ങളെ മോളെ കഥവ് തുറക്ക്. എങ്ങോട്ടാ? ചോദ്യമൊന്നും വേണ്ട, ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങണം. മോള് കോളനിയെ രക്ഷിക്കാൻ നോക്കിയത് ഒരു നല്ല കാര്യ. പക്ഷേ അത് ഈ രീതിയിലല്ല ചെയ്യേണ്ടിയിരുന്നത്. രണ്ടും കൂടി എന്തോ രഹസ്യം പറയുക. നിങ്ങൾ കാരണം എത്ര പേരെ വെറുതെ സംശയിച്ചു. എന്തൊക്കെ തെറ്റിദ്ധാരണകളുണ്ടായി. ബഹളവും വഴക്കും ഒക്കെയായി. ഇവിടെ സാഗർ പിള്ളസാറിന്റെ വീട്ടിലായിരുന്നപ്പോ ബാക്കി എല്ലാവരും സാഗറിനെ അന്വേഷിച്ച് പരക്കം പായായിരുന്നു. ഇന്നലെ സാഗർ പിള്ളയുടെ വീട്ടിലായിരുന്നോ? അവിടെ വെച്ച് സാഗറിനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? മോളുടെ ഭാവി അതോടെ അവസാനിക്കില്ലേ? സാഗറിന്റെ അവസ്ഥ എന്താവും? അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് മുതിർന്നവരെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങേയറ്റത്തെ തെറ്റാ നിങ്ങൾ ചെയ്തത്. ഈശ്വര, എത്രയും പെട്ടെന്ന് ഇത് കോളനിക്കാരെ അറിയിക്കട്ടെ. തേടിയ വള്ളി കഴുത്തി ചുറ്റി. നിന്നെ കാണാൻ വേണ്ടി തന്നെ മക്കളെ ഞാൻ വന്നത്. എനിക്കറിയായിരുന്നു നീ പൈപ്പ് മുട്ടി തന്നെ കാണുമെന്ന്. എന്താ തമ്പുരാട്ടി അമ്മച്ചി? തമ്പുരാട്ടി അമ്മച്ചിയോ? ആരാടി നിന്റെ തമ്പുരാട്ടി? അയ്യോ അല്ല, ഞാനേ അങ്ങനെ വിളിച്ച തെറ്റായി പോയോ? ഞാനൊരു ബഹുമാനം കൊണ്ട് വിളിച്ചതല്ലയോ? ശരിയാ. തമ്പുരാട്ടി എന്ന് പറയുന്നത് ഒരു സ്ഥാനമല്ലേ? പിന്നെ അതൊരു ബഹുമതിയല്ലേ? പിന്നല്ലാതെ. ഓരോ അവസ്ഥകൾ മാറുമ്പോഴേ നമ്മൾ ഓരോ ഇടത്തെത്തും. അനിയത്തിയാവും, ചേച്ചിയാവും, അമ്മയാവും, അമ്മായിയമ്മയാവും, തമ്പുരാട്ടിയും ആവും. എല്ലാം ദൈവത്തിന്റെ ഓരോ കളികളല്ലേ? അതെ അതെ. ദൈവം ഉണ്ടായിട്ടല്ലേ ഓരോ അത്ഭുതങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയുന്നത്. അല്ല, ഇപ്പൊ എന്ത് അത്ഭുതം ഉണ്ടായത്? എടി, ഇന്നലെ മുഴുവൻ ആ തലതെറിച്ച ചെക്കൻ സാഗറില്ലേ, ആ പിള്ളയുടെ വീട്ടിനകത്ത് അടിച്ചിട്ട മുറിയിലായിരുന്നു. എന്തോന്ന്? ആരുടെ കണ്ണി പെട്ടില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളികളെന്ന്. അല്ലേ? എന്താ അമ്മച്ചി? അല്ല, എന്താ തമ്പുരാട്ടി അമ്മച്ചി പറയുന്നേ? അല്ല, ദൈവത്തിന്റെ ഓരോ അത്ഭുതങ്ങളെ ഇന്നലെ പകല് മുഴുവൻ കോളനിക്കാര് സാഗറിനെ അരിച്ചു പെറുക്കായിരുന്നല്ലോ. ആ സമയം സുധാമണിയുടെ ഇളയ ചെക്കൻ സാഗറെ ആ പിള്ളയുടെ വീട്ടിനകത്തായിരുന്നു. ഇപ്പൊ തന്നെ പിള്ളേച്ചനെ കണ്ടിട്ടേ ഉള്ളു കാര്യം. ഇപ്പൊ വരാവേ. മനസ്സിലാകെ ഒരു സന്തോഷം, ഒരു കുളിർമ, ഒരു ഉന്മേഷം. അയ്യോ, പിള്ളസാറേ, പിള്ളസാറേ! അയ്യോ, ഈ വിവരം പിള്ളസാറിനെ അറിയിച്ചില്ലെങ്കിൽ ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും. ഭഗവാനെ! പിള്ളസാറേ! ഇങ്ങനെ എവിടെ പോയി കിടക്കുന്നു? പിള്ളസാറേ, പിള്ളസാറേ, പിള്ളസാറേ! ശ്യാമളിച്ച് പിള്ളസാർ എവിടെ? നീയോ? എന്താ സുഭാഷിണി ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നേ? ഞാൻ ഈ ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്തിനാണെന്ന് അറിഞ്ഞാലേ നിങ്ങൾ ഞെട്ടും. ഞെട്ടും പിള്ളസാറെ, ഞെട്ടും. അതെ, നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എന്നാലും നമ്മുടെ കീർത്തനക്കുട്ടി ഇങ്ങനൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടിയല്ലോ. കുഴപ്പോ? എന്തു കുഴപ്പം? നീ കാര്യം എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ സുഭാഷിണി. എന്റെ സാറേ, സാഗറിനെ കാണാതായതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ആണല്ലോ ഇവിടെ ഉള്ളവര് പറയുന്നേ. സാഗർ അവിടെ പോയി, സാഗർ ഇവിടെ പോയി, അല്ലേ? അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത്? എന്നാ പിള്ള സാറേ, ശ്യാമള ചേച്ചി, നിങ്ങൾ കേട്ടോ. സാഗർ ഇവിടെ ഈ വീട്ടിലുണ്ടായിരുന്നു. എന്താ നീ പറഞ്ഞത്? എന്റെ പിള്ള സാറേ, ഇന്നലെ ആ സാഗർ പിള്ള സാറിന്റെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന്. എല്ലാത്തിനും പിറകില് ആ സുധാമണിയാ സാറേ.
മൂത്തവനെ കൊണ്ട് ഒരു പണച്ചാക്കിന്റെ മോളെ പ്രേമിച്ച് അവളെ മരുമോളാക്കി. ആ മരുമോൾക്കാണെങ്കിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ഭാവമാ. ഇപ്പതാ രണ്ടാമത്തെ മോനെ വേറൊരു പണച്ചാക്കിന്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഭാര്യയാക്കണം. അതിനു വേണ്ടിയുള്ള കളികളാ. എന്താടി ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? ഈ വീട്ടിൽ ഇന്നലെ ആ സാഗർ ഉണ്ടായിരുന്നോ? അച്ഛാ ഞാനെല്ലാം പറയാം. ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാൻ മതി. അവൻ ഈ വീട്ടിലുണ്ടായിരുന്നോ? പിള്ള സാറേ, ചൂടാകേണ്ടത് നമ്മുടെ കുട്ടിയോടല്ല. മോളെ നീ പറ, സാഗർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? പറ മോളെ. ഉണ്ടായിരുന്നു. എന്റെ ഈശ്വര, എടീ ഇവിടെ വാടി. നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. സ്നേഹിച്ചു കൂടുതൽ നമ്മുടെ മോളോടല്ല, സുധാമണിയോട് അവളെ വീട്ടുകാരോട് ചോദിക്കേ. നമ്മുടെ കുഞ്ഞൊരു പാവം. ഇന്ന് ഞാൻ അവരെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇത് പുറത്താരും അറിയാണ്ട് സംസാരിച്ചു തീർക്കേണ്ട കാര്യം. അവരെ ഇങ്ങോട്ട് വിളിക്കാം. ഓടിക്കാൻ എനിക്ക് മനസ്സില്ല. ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ അറിയിക്കും. അവരുടെ കുടുംബത്തിന്റെ മഹത്വം വിടാനാ പറഞ്ഞത്. ഇവിടെ വാടി. ഇവിടെ ഇങ്ങോട്ട് നടക്കും. പിന്നെ അങ്ങനെ വിടാൻ പറ്റില്ല. വളരാത്തവളെ, നീ എന്റെ രക്തത്തിൽ തന്നെ പറഞ്ഞു തരോടി. ഇങ്ങോട്ട് വാ. നീ നിന്നെ അങ്ങനെ വിടത്തില്ല ഞാൻ. ചേട്ടാ ഒന്ന് പറയുന്ന കേക്കച്ചാ. ഇറങ്ങി വേണം ഇറങ്ങി വേണം. എന്തിനാ രണ്ടും കൂടെ എഴുന്നള്ളി? ആ സാഗരനെ കൂടെ പറഞ്ഞു കൊടുക്കും. ഇങ്ങോട്ട് ഇറങ്ങി വേണം. നീ ഇത് അത് ഇടപെടരുത്. അങ്ങോട്ട് പറയ്ക്ക്. ഒന്ന് മാറി നിക്കവിടെ. അവരായി അവരുടെ പാടായി. അവര് തമ്മിലങ്ങ് അടിച്ചു തീർക്കട്ടെ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഉന്നാര അനിയനില്ലേ, ഇന്നലെ അവന് എന്റെ വീട്ടിലായിരുന്നു. അവനെ കാണുന്നില്ലെന്നും പറഞ്ഞ് നാടടക്കി അട്ടഹാസം നടത്തുമ്പം അവൻ എന്റെ വീട്ടിൽ കയറി ഒളിച്ചു കിടക്കുകയായിരുന്നു. സുധാമണി, ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ. പറഞ്ഞ സത്യാണോടാ? സാറേ എന്താന്ന് വെച്ചാ തുറന്നു പറ. ഓ, അതിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സംഗതി സത്യമാ. ആ കൊച്ചെ എന്റെ മോളോട് പറയുന്നത് ഞാൻ കേട്ടതാ. സത്യാണോ മോളെ? ഈ കാര്യത്തിൽ സാഗർ ഒന്നും ചെയ്തിട്ടില്ല. 100% ഞാൻ ഉറപ്പു തരാം. തെറ്റായ ഉദ്ദേശത്തോടെ അല്ല സാഗർ അവിടെ പോയത്.